പദങ്ങൾ എന്ന ആശയമല്ല, ക്രിയാത്മകമായ പദങ്ങൾ. എൻ്റെ ഹൃദയം എങ്ങനെയാ കവിയുന്നത്? ക്രിയാത്മകമായ പദങ്ങളാണ്. അതായത് ഇരമ്യാവ് പറയുന്നില്ലേ, സ്തോത്രം, നിന്റെ വായിൽ നിന്ന് ഏതാ നീക്കിക്കളയേണ്ടത്? അധമമായത്. അധമത്തിന്റെ ഓപ്പോസിറ്റ് തന്നെ ഉത്തമം. അപ്പൊ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് പറയുമ്പോ എന്റെ ഹൃദയം ആ ഉത്തമമായ വാക്കുകളാൽ കവിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ സാഹചര്യം നെഗറ്റീവാണെങ്കിലും നമ്മൾ പറയേണ്ടത് ഏതാ? ഉത്തമം. ഒന്നുകൂടെ പറ, എന്നാ പറയണ്ടേ? ഉത്തമമായത് പറയണം. സാഹചര്യം നെഗറ്റീവാ, പക്ഷെ ഉത്തമമായത് പറയണം. ജീസസ്. കയ്യിൽ 5 പൈസ ഇല്ല, പക്ഷെ ഉത്തമമായത് പറയണം. ശരീരത്തിൽ ആരോഗ്യപരമായി ഒരു പ്രതീക്ഷയില്ല, പക്ഷെ ഉത്തമമായത് പറയണം. ആ ജോലി വിഷയത്തിൽ ഒരു സാധ്യതയില്ല, പക്ഷെ ഉത്തമമായത് പറയുക. അപ്പൊ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, എന്നാ ചെയ്യേണ്ടത്? ഉത്തമമായത് പറയുക. ഇവിടെ പറയുന്നു ശുഭവചനത്താൽ കവിയുന്നു. ശുഭവചനത്താൽ കവിയുന്നു. ഈ മിക്കവാറും ഈ ട്രാൻസ്ലേഷനിലെല്ലാം നിറയുന്നു എന്നാണ് പറയുന്നതെങ്കിലും മലയാളത്തിൽ ഈ കവിയുന്നു എന്ന് പറയുന്ന വാക്കുമായി വളരെ നീതി പുലർത്തിയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ, ESV. അതിനകത്ത് പറയുന്നത് മൈ ഹാർട്ട് ഓവർഫ്ലോസ് വിത്ത് എ പ്ലീസിംഗ് തീം. ഓവർഫ്ലോ ചെയ്യുക. സ്തോത്രം. നിറയുന്നു. നിറയുക മാത്രമല്ല, ഇതെന്നാ ചെയ്യുന്നത്? ഒരുമിച്ച് പറ, ഇത് ഓവർഫ്ലോ ചെയ്യുക. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ശുഭവചനത്താൽ എൻ്റെ ഹൃദയം ഓവർഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴും നീക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഇത് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിച്ചാണ്. ഈ വേർഡ് എന്നാ ചെയ്യുന്നേ? ഓവർഫ്ലോ ചെയ്യുന്നു. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഈ വേർഡ് ഓവർഫ്ലോ ചെയ്യുക. ആമേൻ. കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് കേട്ടോണം. ഹൃദയത്തിൽ കവിയേണ്ടത് ശുഭവചനമാണ്. ശുഭവചനമാണ്. ഞാൻ പറയാം, മക്കളെ, അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലും കവിയേണ്ടത് എന്നതാ? ശുഭവചനം. നീ തോറ്റുപോകുമെന്ന് ആരെങ്കിലും പറഞ്ഞാലും കവിയേണ്ടത് എന്നാ? ശുഭവചനം. അത് നടക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലും നമ്മൾ പറയരുത് ശുഭവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വലിയ വിജയങ്ങൾ സാധ്യമാകും. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. അങ്ങനെയുള്ളവരെ കുറിച്ച് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നത് കൊണ്ട്, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നത് കൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ശുഭവചനത്താൽ നിറഞ്ഞ് കവിയുന്ന ഹൃദയമുള്ള ഒരുത്തൻ ഉണ്ടെങ്കിൽ, ആമേൻ, കൂട്ടുകാരിൽ പരമായി ഒരു ആനന്ദ തൈലത്തിന്റെ, കേൾക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. ആമേൻ, ആമേൻ. അത് ഒരു പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്, giving you more joy and honor than anyone like you.
നിന്നെ പോലെയുള്ള ഏതൊരു മനുഷ്യനേക്കാളും സന്തോഷവും ബഹുമാനവും ദൈവം നിനക്ക് തരികയാണ്. ഓ ജീസസ്. വേറെ പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന മെയ്ഡ് യു ഹാപ്പിയർ ദാൻ എനി ഓഫ് യുവർ ഫ്രണ്ട്സ്. നിന്റെ സൗഹൃദ വലയത്തിലുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവനേക്കാൾ സന്തോഷവാനായി നിന്നെ ദൈവം മാറ്റുകയാണ്. സംഭവിക്കണമെങ്കിൽ ഹൃദയത്തിനകത്ത് നിന്ന് ശുഭവചനം ഒഴുകണം, ശുഭവചനം ഒഴുകണം. ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. Glory to God. Glory to God. Hallelujah. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്. പ്രിയ പിതാവേ, ഈ വചനത്തിന് നന്ദി. ഈ ജനത്തിന്റെ മേൽ ഈ വചനം വീഴട്ടെ, അതിന്റെ ശക്തി പകരപ്പെടട്ടെ, അതിന്റെ നിറവ് ഉജ്ജ്വലിക്കട്ടെ. ഈ ജനം അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാടേ.